നമ്മൾ ഇനി എസ്ഇഒന്റെ ലാസ്റ്റ് പാർട്ടിൽ എത്തിയിരിക്കുകയാണ്. വെബ്സൈറ്റിനെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആൻഡ് ഈസിയർ ആയിട്ട് കൂടുതൽ ട്രാഫിക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിനകത്തേക്ക് ബ്ലോഗുകൾ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ മാനുവലി നിങ്ങൾക്ക് ChatGPT പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ബ്ലോഗുകൾ ഉണ്ടാക്കാമെന്നും എസ്ഇഒന് ചുറ്റിപ്പറ്റി എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു കീവേഡ് വെച്ചിട്ട് ബ്ലോഗ്സ് ഉണ്ടാക്കാമെന്നും ഒപ്പം അതെല്ലാം നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനും കൂടി അവസാനം പറഞ്ഞിട്ട് നമുക്ക് ഈ എസ്ഇഒ സീരീസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഹായ് ഹലോ, വെൽക്കം ടു എ കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സീരീസിന്റെ എസ്ഇഒന്റെ ലാസ്റ്റ് പാർട്ട്. ഒരു ബ്ലോഗിനെ സംബന്ധിച്ച് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഡ്പ്രസ്സിൽ ബ്ലോഗുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. കാരണം വേർഡ്പ്രസ് ആണ് ഒരു 90% ഓഫ് ദ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഡെലിജന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം വേർഡ്പ്രസ്സിലാണ് കൂടുതൽ ആളുകളും ബ്ലോഗ്സ് ചെയ്യുക. അപ്പം നിങ്ങൾ റാങ്ക് മാറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് ഇനി ബ്ലോഗ് ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ ക്ലയന്റ് ആണ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിലൊരു യൂസർ ഉണ്ടാക്കി യൂസറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പേജ് ഉണ്ടാക്കി തരാൻ പറയണം. അതെങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല എങ്കിൽ നമ്മൾ ഒരു വീഡിയോ അതിന് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ലിങ്ക് അയച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കൊരു വെബ്സൈറ്റിൽ ബ്ലോഗിന്റെ ഇമ്പോർട്ടൻസ് എന്തോരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കീവേഡ്സ്, അതായത് ആളുകൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയാം. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമുക്കറിയാം. നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ബെസ്റ്റ് ഒരു കമ്പനി കൊച്ചിയിൽ ഏതാണെന്ന് ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം ഇങ്ങനത്തെ കുറച്ച് റിസൾട്ട്സ് വരും. അതായത് ഞാൻ താഴേക്ക് പോയാൽ എനിക്ക് വരുന്നത് മുഴുവനും ബ്ലോഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആയിരിക്കും. ഞാൻ ഇവിടെ ഈ വെബ് കാസിൽ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഇത് എടുത്താൽ ഇതൊരു ബ്ലോഗ് പോലെ എഴുതി വെച്ചിരിക്കുകയാണ് അവർ കണ്ടോ. FAQs എല്ലാം കൊടുത്തിട്ട് നമുക്ക് കീവേഡ് സ്റ്റഫ് ചെയ്യാനുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ നമുക്ക് മാക്സിമം 5 മുതൽ 8 കീവേഡ്സ് വരെയാണ് ആഡ് ചെയ്യാൻ പറ്റുക. പക്ഷെ നമ്മളത് കോൺസ്റ്റന്റ്ലി ഓരോ സെർച്ചിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ ഫീൽഡിലുള്ള ബ്ലോഗുകൾ, അതായത് നമുക്ക് നമ്മുടെ ഫീൽഡിലേക്ക് വരുന്ന കീവേഡ്സ് എല്ലാം തന്നെ നമുക്ക് അത് ബേസ്ഡ് ആയിട്ടുള്ള ബ്ലോഗ്സ് എഴുതാൻ പറ്റിയാൽ കറക്റ്റായിട്ട് അതിന് നല്ലൊരു ട്രാഫിക് വരും. ഇപ്പം ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ എഴുതിയിട്ടുള്ള കുറച്ച് ബ്ലോഗ്സ് കാണാം. ഈ ബ്ലോഗുകളെല്ലാം തന്നെ ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ കീവേഡ്സും കൂടി നോക്കിയിട്ടാണ്. കണ്ടോ, കോപ്പി റൈറ്റിംഗ്, അപ്സ്കെല്ലിംഗ് ടെക്നിക്സ്, ലൈക്ക് ഹൗ കോക്രോച്ച് സ്റ്റാർട്ടപ്സ് കോൺകർ ചലഞ്ചസ്. അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ അപ്പീലിംഗ് ആയിട്ടുള്ളത് സ്റ്റാർട്ടപ്പുകൾക്കും കാര്യങ്ങൾക്കും ആയിരിക്കും. അപ്പോൾ അവർ നോക്കുന്ന ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ സംശയങ്ങൾ, അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് ഒരുപാട് ബ്ലോഗ്സ്, ഓൾമോസ്റ്റ് 7 പേജ് ബ്ലോഗ് നമ്മുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. ഇതിന് നമുക്ക് അത്യാവശ്യം ഒരു ഡീസൻറ്റ് ട്രാഫിക് നമുക്ക് വരും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ബ്ലോഗുകൾ എഴുതാം? ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമുക്ക് കറക്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് ഗൂഗിളിൻ്റെ കീവേഡ് അനലൈസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കീവേഡ്സ് കണ്ടുപിടിക്കാം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതാണ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ കൊച്ചി എന്നുള്ളതാണ് എൻ്റെ കീവേഡ് എന്ന് വിചാരിക്കുക. ഞാനത് കോപ്പി ചെയ്യുന്നു. ഞാൻ ChatGPT പോവാണ്. ഇവിടെ സ്വന്തം ChatGPT. ഇതല്ലാതെ ഇത് ചെയ്യാൻ പറ്റുന്ന വളരെ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ 1-2 മെത്തേഡ്സ് ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാമേ. റൈറ്റ് ആർട്ടിക്കിൾ വിത്ത് ഇങ്ങനൊരു വേർഡ് കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. ഫോക്കസ് കീവേഡ്. അതായത് ഈ വേർഡ് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മുടെ ഫുൾ ആർട്ടിക്കിൾ നമ്മൾ എഴുതാൻ. ദി ആൻസർ ഷുഡ് ബി എന്താണ്, നമ്മുടെ ധ്രുവ് ലാബ്സ് ഡിജിറ്റൽ സൊല്യൂഷൻസ് എന്നുള്ളതായിരിക്കണം ആൻസർ. അതിൻ്റെ റീസൺസ് ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഏബിൾ ടു അച്ചീവ് 1000 ഫോളോവേഴ്സ് in Instagram within 100 days. We provide comprehensive solutions, branding, logo, SEO, Google ആഡ്സ്. ഇത്രയാണ് നമ്മളിവിടെ കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്യണം. കണ്ടോ, ഇത് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്തോണം. ഇനി നമുക്ക് ഇത് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ എങ്ങനെയാണ് ഒരു ബ്ലോഗ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനൊരു ടോപ്പിക്കിലേക്ക് എങ്ങനെ എത്താൻ നോക്കി. ഓട്ടോ കറക്റ്റ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ കീവേഡ്, നമുക്കിതിന് ശേഷം വരുന്ന കീവേഡിൻ്റെ വീഡിയോ, ഗൂഗിൾ കീവേഡിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെ കീവേഡ്സ് കണ്ടുപിടിക്കാമെന്നുള്ളത്. അപ്പോൾ ആ കീവേഡ്സ് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോക്കസ് കീവേഡ് എന്നുള്ളത് മാറ്റിയിട്ട് അതായത് നിങ്ങൾക്ക് അവിടെ ആ കീവേഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഫോക്കസ് കീവേഡ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലോഗ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യം ഇത് ലോഗിനാണ്. 90% ഓഫ് ദി ടൈം വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്ന ടെക്നോളജി വേർഡ് പ്രസ് ആണ്. വേർഡ് പ്രസ്സിലാണ് ഒരു ഇതുണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ /login എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് വരും. അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇത് വേറെ ഏതെങ്കിലും ടെക്നോളജിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതറിയാൻ നിങ്ങൾക്ക് വേറൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം. റാപ്പ് അനലൈസർ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതാണ് റാപ്പ് അനലൈസർ. ഇവിടെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് അത് ഏത് ടെക്നോളജിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. ഒരു 90% ഓഫ് ദി ടൈം നിങ്ങൾക്ക് ജസ്റ്റ് ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് സൈൻ ഇൻ ചെയ്യണം. നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ വേർഡ് പ്രസ് എന്ന് കാണിക്കും ഏത് സൈറ്റ് കൊണ്ടാണ് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. വേർഡ് പ്രസ് ആണെങ്കിൽ ജസ്റ്റ് WP അഡ്മിന്നോ അല്ലെങ്കിൽ ലോഗിന്നോ അടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാം. ഇനി നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ഇവിടെ റാങ്ക് മാത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ നേരെ പോകുന്നത് പേജസിലേക്കാണ് കേട്ടോ. അപ്പം ആഡ് ന്യൂ പോസ്റ്റിൻ്റെ അവിടേക്ക് നമ്മൾ വന്നു. ഇവിടെയാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം പോസ്റ്റ് പോവുക, ആഡ് ന്യൂ പോസ്റ്റിൻ്റെ അവിടേക്ക് പോവുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ ബ്ലോഗിൻ്റെ ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നേരെ ഇതിൻ്റെ പേജസിൽ പോവുക, ഓൾ പേജസ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് ബ്ലോഗിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ എനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. എലമെൻ്ററാണ് നിങ്ങളുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പിയറൻസിന് അങ്ങോട്ട് പോവുക, മെനു എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ മെനു ഓപ്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓരോ സാധനങ്ങൾ പാനലിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്ലോഗിൻ്റെ ഓപ്ഷൻ ഇല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബ്ലോഗ് ആഡ് ചെയ്തിട്ട് ഇവിടെ സേവ് മെനു കൊടുത്ത് നിങ്ങൾക്കത് ബ്ലോഗ്സ് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നമ്മുടെ തിരിച്ച് പേജസിലേക്ക് പോവാണ്. ഇവിടെ ആഡ് ന്യൂ പേജ് നമ്മൾ നിൽക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ടൈറ്റിലാണ്. അത് നമ്മളിവിടെ ടൈറ്റിലിൻ്റെ അവിടെ ആഡ് ചെയ്യുന്നു. ഫോക്കസ് കീവേഡിൻ്റെ അവിടെ നമ്മുടെ ഫോക്കസ് കീവേഡ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ കൊച്ചി. ഇത് നമ്മുടെ റാങ്ക് മാത്തിൻ്റെ പ്ലഗിൻ വഴി നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയതാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു ആർട്ടിക്കിൾ ഇവിടുന്ന് കോപ്പി ചെയ്യാം. പക്ഷെ ഇവിടുന്ന് കോപ്പി ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതിനകത്ത് ആസ്ട്രിക്സ് വരും. അതായത് നമ്മളിതിങ്ങനെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ രണ്ട് സൈഡിലും നമ്മൾ റിമൂവ് ഓൾ ദ ഫോർമാറ്റിംഗ് ഫ്രം ദി എബവ് ബ്ലോഗ് എന്ന് അടിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ ഈ ആസ്ട്രിക്സ് ഒക്കെ വന്നിങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് ഇത് കോപ്പി ചെയ്ത് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്കിത് മര്യാദയ്ക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. ഈ ആഡ് ന്യൂ പേജിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഇത് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതൊന്നുകൂടി സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ടൈറ്റിൽസ് ചൂസ് ചെയ്യേണ്ട സമയം H1, H2, H3 മിനിമം H3 വരെ എങ്കിൽ നമുക്ക് വേണം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി ഞാൻ ഈ നമ്മുടെ ഇതിൽ നിന്ന് ഈ ഭാഗം കോപ്പി ചെയ്യാൻ കേട്ടോ. നമ്മളതിവിടെ പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽസ് മാറ്റി കൊടുക്കാം. പാരഗ്രാഫ് ഇത് H4 ആക്കി നമുക്ക് ഇടാം. കോംപ്രിഹെൻസീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നമുക്ക് H2 ആക്കാം. അങ്ങനെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടതിന് ശേഷം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ appears in 10% ഓഫ് ദ കണ്ടന്റ്, അറ്റ്ലീസ്റ്റ് 600 വേർഡ്സ് എന്ന് പറയുന്നുണ്ട്. SEO ടൈറ്റിലിൽ നമുക്ക് ഇത് കാണുന്നില്ല. നമുക്കിത് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് ഇത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ SEO ടൈറ്റിൽ മാത്രം. ഓക്കെ,
പെർമനൻറ്റ് ലിങ്ക് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ കൊച്ചിന്ന് മാത്രം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ആഡ് മീഡിയ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെയാണെങ്കിൽ ഫോട്ടോ വേണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ഈ ഭാഗത്ത് കേഴ്സർ ആക്കിയിട്ടിട്ട് ഞാനിവിടെ ആഡ് മീഡിയയിൽ ഞെക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ആഡ് ചെയ്യാം. എന്നിട്ട് ഓൾട്ട് ടെക്സ്റ്റ് നമ്മളിവിടെ തിരുത്തി ആ ഇമേജ് എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്നുള്ളത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇൻസേർട്ട് ഇൻ ടു എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് ഇൻസേർട്ട് ആവും. അത് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ആയിട്ടായിരിക്കും ആ ഇമേജ് ജസ്റ്റ് കാണിക്കുക. ഓക്കെ, നമുക്കിതല്ലാതെ ഫീച്ചേർഡ് ഇമേജ് ആയിട്ട് കാണിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ഇമേജ് വരുന്നുണ്ടോ, ഫസ്റ്റ് തന്നെ ആ ഇമേജ് വരും. അങ്ങനെ നമുക്ക് ഇമേജിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പം സെറ്റ് ഫീച്ചേർഡ് ഇമേജ് എന്ന് പറയുന്നിട്ടൊരു ഓപ്ഷൻ കാണിച്ചു. അവിടെ നമുക്ക് ഇങ്ങനൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ബ്ലോഗിൻ്റെ ഫീച്ചേർഡ് ഇമേജ് ആയിട്ട് അത് കിടക്കും. ബാക്കി എന്തെങ്കിലും ഫോർമാറ്റിലുള്ള കളേഴ്സോ കാര്യങ്ങളോ നമുക്ക് പേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിങ്സ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഞങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമ്മൾ ടാഗ്സിൻ്റെ ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റ ടാഗ് അല്ലെങ്കിൽ മെറ്റയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഇവിടെ അതെ സിഗ്മ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് സ്നിപ്പെറ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, എഡിറ്റ് സ്നിപ്പെറ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ടൈറ്റിൽ മാറ്റി കൊടുക്കാം. ബസ് ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇത് നിങ്ങൾക്ക് ആ സെർച്ച് ചെയ്യുന്ന വേർഡ് കാണിക്കാനായിട്ടുള്ള സാധനമാണ്. അതായത് ഇവിടെ നമ്മൾ ഈ ബെസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കിവിടെ സെർച്ച് ക്വയറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ക്വയറി എന്താണോ അതിവിടെ കാണിക്കുന്ന ഓപ്ഷനിലേക്ക് വരും. അതായത് ഇപ്പോൾ ബെസ്റ്റ് എന്ന് കൊടുത്തിട്ട് ഇത് കളയുന്നു, സെർച്ച് ക്വയറി എന്നുള്ള ഭാഗം കളയുന്നു. എന്നിട്ട് ഇവിടെ കൊച്ചിന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ക്വയറി ഇപ്പം ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് കാണിക്കും. അതിലേക്ക് നമുക്ക് ഇവിടെ ഇൻ കൊച്ചി എന്ന് മാത്രം കൊടുത്താൽ പറ്റും. മനസ്സിലായത്? അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്നിപ്പെറ്റ് നമ്മൾ ആഡ് ചെയ്തു. സ്നിപ്പെറ്റിൻ്റെ ഓപ്ഷൻ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എങ്ങനെ ബാക്ക് ലിങ്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ പറ്റിയിട്ടും ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചും പറയുന്നു. അപ്പോൾ 39,000 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇൻ ജസ്റ്റ് 100 days എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഈ ലിങ്കിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഞങ്ങളുടെ ലിങ്ക് കൊടുക്കാം, പേജിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാത്തവർ വേണമെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നല്ല ടിപ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇവിടെ വന്ന് നമ്മുടെ ബാക്ക് ലിങ്കിനുള്ള അത് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ആ ലിങ്ക് കോപ്പി ചെയ്ത് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ അവർ ക്ലിക്ക് ചെയ്താണ് ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ പേജിലേക്ക് റീഡ് ആകും. അപ്പോൾ ഞാനിതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് ഇറ്റാലിസൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ തീമിൽ അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് സപ്പോർട്ട് ആവാത്തതുകൊണ്ടാണ്. ഇവിടെ ഫീച്ചേർഡ് ഇമേജ് ഒന്ന് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വന്നു. നമുക്കിതിൻ്റെ ഒരു പ്രിവ്യൂ നോക്കിയാലോ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇത് പ്രിവ്യൂ കാണാൻ പറ്റും. ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. എനിക്കിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. കാരണം എനിക്കിവിടെ ടെക്സ്റ്റിൻ്റെ കളറ് പ്രിവ്യൂവിൽ നമുക്കത് ഗ്ലോ ആയിട്ട് വരും. എന്നിട്ട് ഞാനിവിടെ ഒരു പേജ് പാരൻറ്റ് പേജ് ഏതാണെന്ന് കൊടുക്കും. ഇവിടെ ബ്ലോഗ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ബ്ലോഗിൻ്റെ ക്ലിക്ക് ചെയ്ത് എലമെൻ്റൽ ഫുൾ വിത്ത് ആണ് എൻ്റെ ടെംപ്ലേറ്റിൻ്റെ ഓപ്ഷനായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏത് സിസ്റ്റത്തിലാണോ ടെംപ്ലേറ്റ് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കൊടുത്താൽ മതി. ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ആണെങ്കിൽ പ്രശ്നമില്ല. ബ്ലോഗിൽ ഇവിടെ ബ്ലോഗ് പോസ്റ്റായിട്ടാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് വേറൊരു സാധനം കൂടി കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പ്രിവ്യൂ കൊടുത്ത് നോക്കാം. പ്രിവ്യൂവിൽ അത്യാവശ്യം മഞ്ഞിക്ക് വന്നിട്ടുണ്ട്.
നമ്മുടെ ഫീച്ചേർഡ് ഇമേജ് മാത്രം കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആയിട്ടില്ലാന്ന് തോന്നുന്നു. സ്പെക് മാപ്പിൽ അറ്റാച്ച്ഡ് ആയിരിക്കണം. അങ്ങനെ അതുകൊണ്ട് വരുന്നോട്ട് അറ്റാച്ച് ഫീച്ചേർഡ് ഇമേജ് ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേഞ്ചസും നമുക്ക് സെറ്റും ചെയ്യും. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മുടെ ബ്ലോഗുകൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയതാണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി എങ്ങനെയാണ് ഒരു ബ്ലോഗ് മാനുവലി നിങ്ങൾക്ക് ChatGPT പോലുള്ള ഫ്രീ ടൂൾസ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാമെന്ന് മനസ്സിലായി. ഇനി ഇത് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫോക്കസ് കീവേഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ബേസിക്കലി പറഞ്ഞാൽ നമുക്കൊരു സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനകത്ത് നിന്നുള്ള ഒരു പെർട്ടിക്കുലർ കീവേഡ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ട്രാഫിക് ഉള്ള ഒരു കീവേഡ് കണ്ടുപിടിക്കുന്നു. ആ കീവേഡിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ബ്ലോഗ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടാണ്. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കൊച്ചി, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ കൊച്ചി, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കീവേഡ്, നല്ല ട്രാഫിക് ഉള്ള കീവേഡ് ആയിരിക്കും. അത് നമ്മളൊരു ബ്ലോഗ് ആക്കി മാറ്റുമ്പോൾ ഫോക്കസ് കീവേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ChatGPT ആഡ് ചെയ്ത് കൊടുത്താലും അതിന്റെ റിസൾട്ട്സ് അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ SEO റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു AI ടൂളാണ് ഗ്രാവിറ്റി റൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു 3-4 മെയിൽ IDs ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് ഗ്രാവിറ്റി റൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഫോക്കസ് കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഗ്രാവിറ്റി റൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഗ്രാവിറ്റി റൈറ്റ് ഇതാണ് ഗ്രാവിറ്റി റൈറ്റിന്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇതില് നമുക്ക് കുറെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ഈ SEO ടൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ക്ലിക്ക് ബേറ്റ് ടൈറ്റില്, നമുക്ക് എന്ത് രീതിയിലുള്ള ടൈറ്റിൽസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതില് ഞാൻ വേറൊരു ടൂള് കാണിച്ചു തരാം. ടോപ്പിക് ഐഡിയാസ്. ഇവിടെ നമ്മളുടെ നീഷ് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ, നമ്മുടെ നീഷ് ഇവിടെ പറഞ്ഞാൽ എന്ന് പറയുന്ന നീഷ് നമ്മൾ പറഞ്ഞു നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ടോപ്പിക്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തരും. സ്റ്റോപ്പ് ചെയ്യണം. ആ ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് 20 ടോപ്പിക്സ് ജനറേറ്റ് ചെയ്യും. ഇനി നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോഗിന്റെ ടൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ SEO ഒപ്റ്റിമൈസ്ഡ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഫോക്കസ് കീവേഡ് അടിച്ചു നോക്കാം. എന്നിട്ട് ഇത് തന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കൊച്ചി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊച്ചി, കേരള. നമുക്കൊരു കണ്ടന്റ് ഇതിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യില്ല. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കൊച്ചി, എലവേറ്റ് യുവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടേബിൾ ഓഫ് കോൺടെന്റ് ജനറേറ്റ് ചെയ്തു. ഇൻട്രൊഡക്ഷൻ കണ്ടന്റ്, എസെൻഷ്യൽ ബിസിനസ്സസ് ഇൻ കൊച്ചി, കീ സർവീസസ് ഓഫർഡ് ബൈ ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കൊച്ചി, സോഷ്യൽ മീഡിയ കണ്ടന്റ്. ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേറെ ഒരു, നമ്മളിപ്പം ChatGPT എല്ലാം യൂസ് ചെയ്താൽ അത്യാവശ്യം സ്ലോ ആണ് അതിൻ്റെ ഒരു ജനറേഷൻ കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റി റൈറ്റ് അങ്ങനെയല്ല. അതിന്റെ SEO ഒപ്റ്റിമൈസ്ഡ് ബ്ലോഗ് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ചെയ്തത് ഇതിന്റെ മാനുവൽ വേർഷൻ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇവിടെ നമുക്ക് കിട്ടുക. ഇതിപ്പോ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന ഫ്രീ വേർഷൻ ആണ്. ഇതിൽ നമുക്ക് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പെയ്ഡ് വേർഷൻസും ഉണ്ട്. ഇത് നമുക്ക് ട്രയൽ പ്ലാൻസ് നമുക്ക് ഈ മന്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ മെയിൽ ID യൂസ് ചെയ്യോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാനും ഒരു 1000 വേർഡ്സ് യൂസ് ചെയ്യാനുമാണ് നമുക്ക് പറ്റുക. അതാണ് നമുക്ക് ഗ്രാവിറ്റി റൈറ്റ്. പെയ്ഡ് പ്ലാൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് $19 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള വേറൊരു ടൂളില്ല. പക്ഷെ ഇത് നിങ്ങളെന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ. സോ ഇങ്ങനെയാണ് ഗ്രാവിറ്റി റൈറ്റിന്റെ വിശേഷം. ഇത് നമ്മൾ വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാവിറ്റി റൈറ്റിനെ കൊണ്ട് പറ്റും.
അപ്പോൾ ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി നമുക്ക് ഞാൻ നോക്കിയിട്ട് നമുക്ക് വീഡിയോ നിർത്താം. നമ്മൾ കോറ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഈ കോറ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ പ്രത്യേകതകൾ എന്താണെന്നറിയോ? നമ്മൾ ഇതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് അടിച്ചു നോക്കാം. ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം സെർച്ച് ചെയ്യാം. ഞാൻ എന്നിട്ട് ക്വസ്റ്റ്യൻസിന്റെ പോർഷനിലേക്ക് വരാം. കണ്ടോ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും നിങ്ങളുടെ ബ്ലോഗ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വാട്ട് ആർ ദ ബേസിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഹൂ നീഡ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ്, അതായത് ആളുകൾ സെർച്ച് ചെയ്യുകയും അതിന് ആൻസേഴ്സ് ഉണ്ടാവുകയും അത് ആളുകൾ നോക്കുകയൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും അതിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾ കോറ എന്ന് പറയുന്ന വെബ്സൈറ്റും അതിന്റെ ഡീറ്റെയിൽസും എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യുന്നത് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ബ്ലോഗിന്റെ പോർഷനും കൂടി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ SEOന്റെ കംപ്ലീറ്റ് സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് മെറ്റ ആഡ്സ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മെറ്റ ആഡ്സുമായിട്ട് വരാം. മെറ്റ ആഡ്സിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ കാണാം. അങ്ങനെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പതുക്കെ വളരെ വലിയൊരു എക്സ്പേർട്ട് ആയിട്ട് മാറാം. നിങ്ങൾ ഹോപ്പ്ഫുള്ളി ഐ തിങ്ക് സോ നിങ്ങളെല്ലാവരും ആ SEOന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ സർട്ടിഫിക്കേഷൻസ് കൈപ്പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് പറയാൻ മറക്കരുത്. ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ അത് മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.